പച്ച മസാലയിൽ കല്യാണ വീട്ടിൽ തയ്യാറാക്കുന്ന കോഴിക്കോടൻ സ്റ്റൈൽ ദം ബിരിയാണി 1 kg നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. നമ്മൾ കുക്കറിനകത്താണ് ചെയ്യണത്. കല്യാണ വീട്ടിൽ സാധാരണ ലെഗോൺ മീറ്റ് ആണ് യൂസ് ചെയ്യാറുള്ളത്. നമ്മളിവിടെ അതിന് പകരം കുക്കറിനകത്തായതുകൊണ്ട് ബ്രോയിലർ ചിക്കൻ ആണ് ഉപയോഗിക്കുന്നത്. 1 kg ബിരിയാണി റൈസ്, 1 kg ചിക്കൻ, അരമുറി ചെറുനാരങ്ങ നീര്, ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കല്ലുപ്പാണ്, ഇഞ്ചി പേസ്റ്റ് ഏകദേശം 1 ടേബിൾ സ്പൂണ്, അതേപോലെ തന്നെ പച്ചമുളക് ചതച്ചത്, വെളുത്തുള്ളി ഇതൊരു ടേബിൾ സ്പൂൺ ആണ്. പിന്നെ ആവശ്യത്തിന് ചേർക്കാനുള്ള തൈരുണ്ട്, ഗീ, 2 തക്കാളി, പിന്നെ നമ്മുടെ സ്പെഷ്യൽ സമദ് ബിരിയാണി മസാല. സമദ് ബിരിയാണി മസാലയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ വേറെ മസാലപ്പൊടിയുടെ ഒരു ആവശ്യമില്ല. ഇതൊരു ടേബിൾ സ്പൂൺ 1 കിലോക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതാ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ വേണ്ട, വേറെ മസാലപ്പൊടിയുടെ ഒന്നും ആവശ്യമില്ല. 3 സവാള മീഡിയം സൈസ്, ചെറിയ സൈസ് ആണെന്നുണ്ടെങ്കിൽ തക്കാളി ആണെങ്കിലും സവാള ആണെങ്കിലും ചെറിയ സൈസ് ആണെങ്കിൽ എണ്ണ ഒന്ന് കൂട്ടിയെടുക്കേണ്ടി വരും. മല്ലിയില, പുതിനയില 1 പിടി, കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കുറച്ച് എടുത്തിട്ടുണ്ട്. ആദ്യം 3 സവാള കട്ട് ചെയ്തത്, 2 തക്കാളി, വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണ്, ഇഞ്ചി 1 ടേബിൾ സ്പൂണ്, പച്ചമുളക് 1 ടേബിൾ സ്പൂണ്. പച്ചമുളക് എരിവിനനുസരിച്ചിട്ടാ, ഇത് കുറച്ച് എരിവ് കൂടുതലുള്ളതാണ്. 1-2 ടേബിൾ സ്പൂൺ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമേ മുളക് പൊടി ഉപയോഗിക്കുന്നുള്ളൂ. എല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി. അടുത്തത് നമ്മുടെ സ്പെഷ്യൽ സമദ് ബിരിയാണി മസാല 1 ടേബിൾ സ്പൂണ്. ഈ ഒരു മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ മസാലപ്പൊടിയുടെ ആവശ്യമില്ല കേട്ടോ. ഇതുവരെ നിങ്ങൾ ആരെങ്കിലും സമദ് ബിരിയാണി മസാല ഉപയോഗിച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ samadmasala.com എന്ന് പറഞ്ഞ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അല്ലാണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആവശ്യത്തിന് കല്ലുപ്പിട്ട് കൊടുക്കുക, തൈര്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. നല്ല രീതിയിൽ കുഴച്ചെടുത്തതിന് ശേഷം കഴുകി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. മല്ലിയില, പുതിനയില 1 പിടി, അരമുറി ചെറുനാരങ്ങ നീര്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മൾ റൈസ് സെറ്റ് ആക്കാൻ പോവാണ്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക, കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് മാറ്റുക. ഈ സവാള നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ മെഷർമെന്റിൽ ഇല്ല കേട്ടാ. 1 കിലോക്ക് 1 സവാളയോ അല്ലാന്നുണ്ടെങ്കിൽ 1/2-3/4 സവാളയോ നമ്മൾ വറുത്തെടുക്കാനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് അരിഞ്ഞെടുക്കണം. ഇതേ പാത്രത്തിനകത്ത് ഡ്രൈ സ്പൈസസ് ഇട്ട് കൊടുക്കുക. പട്ട, ഏലം, ഗ്രാമ്പു, ബേലീഫ്. ബിരിയാണി റൈസ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് വറ്റിച്ചെടുക്കാൻ പോകുന്നത്. കഴുകി വെച്ച റൈസ് ഇതാ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, റൈസ് വറ്റിച്ചെടുക്കണം. റൈസ് അങ്ങനെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കന് ഇതുവരെ നമ്മൾ വേവിച്ചിട്ടില്ല, പച്ച മസാല തന്നെ എടുക്കുന്നത്. ഇനി കുക്കർ ഇതാ നേരെ അടുപ്പത്തേക്ക് വെക്കുക. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക, ഇത്തിരി ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇതാ മസാലയോട് കൂടിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ദമ്മ് കിടന്ന് വേവാനുള്ളതാണ്. അപ്പൊ ഇതിൽ ഈ നീരടക്കം തന്നെ കിട്ടണം. ഇതുപോലെ ഇങ്ങനെ പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. വറ്റിച്ചെടുത്തിട്ടുള്ള റൈസ് ഇതാ. റൈസ് ഇതുവരെ വെന്തിട്ടുള്ളൂ, മീറ്റ് വെന്തിട്ടില്ല, പച്ച മസാല തന്നെയാണ്. ഇനി നമ്മുടെ സ്പെഷ്യൽ സമദ് ബിരിയാണി മസാല കുറച്ച് നേരത്തെ വറുത്തെടുത്ത് ഇതിനകത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു ലെയർ ആയിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ബാക്കി റൈസ് മുകളിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിനകത്ത് ദം ചെയ്യാൻ പോവാണ്. 1 വിസിലിട്ടാ ഇത് ഇങ്ങനെ കേൾക്കട്ടെ. 1 വിസിലടിച്ച് നമുക്ക് ഇനി ഓഫ് ആക്കാം. ഈ വിസിലടിച്ച സമയത്ത് ഈ ആവി പുറത്തേക്ക് വന്നില്ലേ, ഈ അടുക്കളയിലും പരിസരത്തും ഒക്കെ ബിരിയാണിയുടെ അസല് സ്മെല്ലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കുക്കറിനകത്തെ എയർ മൊത്തം പോയതിനു ശേഷം ആഹാ മാഷാ അല്ലാഹ് നല്ല സ്മെല്ലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇതാ റൈസ് ഇതുപോലെ ഇങ്ങോട്ട് എടുക്കാം. മസാല ഏറ്റവും അടിയിലാട്ടാ. ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് മസാലയും കൂടി മിക്സ് ചെയ്തെടുക്കാം. റൈസൊക്കെ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. തമ്മിൽ ഒട്ടിയിട്ടില്ല, പൊട്ടിപ്പോയിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മീറ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീറ്റാണെന്നുണ്ടെങ്കിലും കണ്ടില്ലേ തൊടുമ്പോത്തിനുണ്ട് പോരുന്നു. ഇതാട്ടാ ഇവിടെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ മീറ്റ് കണ്ട് തൊടുമ്പോത്തിനുണ്ട് പോരുന്ന രീതിയിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു ബിരിയാണി മേക്കിങ്ങിന്റെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതുവരെ നമ്മുടെ സമദ് ബിരിയാണി മസാല വാങ്ങി ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. samadmasala.com എന്ന് പറഞ്ഞ സൈറ്റ് വഴിയോ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്.